കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. NDA അഥവാ നാഷണൽ ടെക്നിക്കൽ ഏജൻസിയെ നമ്മുടെ സുപ്രീം കോടതി ശാസിച്ചു, സങ്കടപ്പെടുത്തി, വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ആ വാർത്ത. അതിൽ ജഡ്ജി പറഞ്ഞിരിക്കുന്ന വളരെ വേദനാകരമായ വാക്കുകളുണ്ട്. സങ്കടം വന്നു പോകും നമുക്ക്. ഇറ്റ് ഈസ് സോ സാഡ്, വളരെ ദുഃഖമുണ്ടാക്കുന്നു. റിയലി ദാറ്റ് ദ NDA ഹാസ് നോട്ട് ലേൺഡ് ഇറ്റ്സ് ലെസൺ. ഒരു പാഠം പഠിച്ചില്ല NDA എന്നുള്ളത് വളരെ വേദനയുണ്ടാക്കുന്നു. വി ഹേർഡ് വിത്ത് സച്ച് ഡിഫിക്കൽട്ടി ഹേർഡ് ദ പെറ്റീഷൻ ഇൻ 2024 ആൻഡ് പാസ്ഡ് ഓർഡേഴ്സ്. സമാനമായ പ്രതിസന്ധിയെക്കുറിച്ച് 2024 ഞങ്ങൾ ഓർഡർ പാസ്സാക്കിയതാണ്. വി ഹാഡ് ഡയറക്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കമ്മിറ്റി ടു ഗീവ് റെക്കമെൻഡേഷൻസ്. ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ശുപാർശകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതാണ്. ദോസ് റെക്കമെൻഡേഷൻസ് വി ബിലീവ് വെയർ അക്സെപ്റ്റഡ്. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ആ നിർദ്ദേശ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടാകുമെന്ന്. ഇത് പറഞ്ഞത് ജസ്റ്റിസ് PS നരസിംഹ എന്ന സുപ്രീം കോടതി ജഡ്ജിയാണ് ഇത് പറഞ്ഞത്. എന്തൊരു സങ്കടകരമായ സംഗതിയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് CBSE പരീക്ഷയിൽ ഇത്തവണ നടത്തിയ തെമ്മാടിത്തരം, ശുദ്ധമായ തെമ്മാടിത്തരം, ഏതാണ്ട് 17,68,000 കുട്ടികൾ എഴുതിയ ബോർഡ് എക്സാം. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ബോർഡ് എക്സാം ഇല്ല, സെക്കൻഡ് ഇയറിലാണ് CBSE ബോർഡ് എക്സാം ഉള്ളത്. ആ ബോർഡ് എക്സാം തികച്ചും ഉത്തരവാദിത്തരഹിതമായി ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞൊരു പുതിയ സംവിധാനം, ഏതോ കോടിക്കണക്കിന് രൂപ തട്ടിക്കൊണ്ട് ഓരോ ലോബികളെ സഹായിക്കാൻ വേണ്ടി പണ്ട് അധ്യാപകർ ഉത്തരം നോക്കിയിരുന്ന രീതിയിൽ നിന്ന് മാറ്റി കുട്ടികളുടെ പേപ്പറുകൾ സ്കാൻ ചെയ്ത് അധ്യാപകർക്ക് അയച്ച് കമ്പ്യൂട്ടറിൽ സാമാനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അയച്ചിട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് ഇവർ പന്താടിയത്. ഇവർക്കാകെ ഈ രാജ്യത്തറിയാവുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ: മുസ്ലിങ്ങളെ ഉപദ്രവിക്കുക, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുക, അവരെ ശല്യം ചെയ്യുക, ഭിന്നിപ്പുണ്ടാക്കുക, വെറുപ്പുണ്ടാക്കുക. ആ വെറുപ്പിൻ്റെ വിവിധ രൂപങ്ങൾ, അത് ഏക സിവിൽ കോഡ്, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും സിവിൽ കോഡ്, അല്ലെങ്കിൽ പൗരത്വം എന്നൊക്കെ പറയുന്ന തികച്ചും വിദ്വേഷപരമായ വിഭാഗീയമായ നടപടിയല്ലാതെ കൃത്യമായി ഒരു കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇവർക്കാവില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ +2 പരീക്ഷയിൽ കണ്ടത്. CBSE കുഴച്ച് നശിപ്പിച്ചു കളഞ്ഞു, നാമാവിശേഷമാക്കി കളഞ്ഞു. എത്ര കുട്ടികളാണ് മാനസികമായി തകർന്നു പോയി. 10ാം ക്ലാസ്സിലാണെങ്കിൽ പിന്നെയും പറയാം, ഇനി +1 +2 എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അതിൻ്റെ അഡ്മിഷനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ ഇപ്പോൾ അതല്ല. ഇനി അവരുടെ ഹയർ സ്റ്റഡീസിനെല്ലാം, അവരുടെ ഗ്രാജുവേഷനെ എല്ലാം ബാധിക്കുന്ന രീതിയിലാണ് ചെയ്തത്. എന്താ ചെയ്തത്? കുറച്ച് പേപ്പറുകൾ സ്കാൻ ചെയ്ത് എല്ലാ അധ്യാപകർക്കും അയച്ചു കൊടുത്തു. ഇതൊരധ്യാപകൻ മാത്രമാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അധ്യാപിക. അവർക്കിത് വായിച്ചാൽ മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല, അധ്യാപകർ അതിൻ്റെ ഒരു ലോജിക്കലായി വായിച്ച് അവർ പറയുന്ന ഉത്തരക്കടലാസിലുള്ള ആൻസർ കീ കൂടി നോക്കി അതിൻ്റെ ഒരു യുക്തിപൂർവമായിരുന്നു മാർക്കിടുന്നതെങ്കിൽ ഇത് കൃത്യമായ ചില പോയിൻ്റുകൾ വെച്ച് അതിനുവേണ്ടി മാത്രം മാർക്കിട്ട് വന്നപ്പോൾ ഏറ്റവും മനോഹരമായി എഴുതിയവർക്ക് പോലും 0 മാർക്ക് അടക്കമാണ് ഈ പരീക്ഷയിൽ ലഭിച്ചത്. 17 ലക്ഷത്തിൽ ചില്ലുവാനും കുട്ടികളുടെ ഭാവി വെച്ചാണ് ഈ തോന്നിയാസം ഈ രാജ്യത്ത് നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടോ ഇനി ഓരോന്നിനും പുനർനിർണ്ണയം നടത്തണമെങ്കിൽ ഉത്തരക്കടലാസിൻ്റെ സ്കാൻഡ് കോപ്പി ഒരു വിഷയത്തിന് കിട്ടണമെങ്കിൽ 700 രൂപ. മാർക്കുകൾ തിട്ടപ്പെടുത്തണമെങ്കിൽ, വീണ്ടും തിട്ടപ്പെടുത്തണമെങ്കിൽ ഒരു വിഷയത്തിന് 500 രൂപ. ഉത്തരങ്ങൾ പുനർമൂല്യനിർണ്ണയം ചെയ്യണമെങ്കിൽ ഓരോ ഉത്തരത്തിനും 100 രൂപ. എന്ന് പറഞ്ഞാൽ ഈ ഫീസ് എല്ലാം കൂടാതെ ഏതാണ്ട് 10-50,000 രൂപയെങ്കിലും ഒരു കുട്ടിക്ക് ഇതിനു വേണ്ടി ചെലവഴിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനൊക്കൂ. ഈ കുട്ടികളിൽ നിന്ന് പരീക്ഷാ ഫീസായി ഈടാക്കിയത് 17 ലക്ഷം കുട്ടികൾ വെച്ച് കൂട്ടിയാൽ ഏതാണ്ട് 500-600 കോടി രൂപയാണ് അതിനുവേണ്ടി ഈടാക്കിയത്. ആ ഈടാക്കിയ തുക ഉപയോഗിച്ച് നടത്തിയ മൂല്യനിർണ്ണയത്തിലാണ് ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടായത്. ഈ പരിശോധിക്കുന്ന അധ്യാപകർക്ക് ഇനി ഇപ്പോഴെങ്ങാനും കാശ് കൊടുക്കുമോ? അതുപോലും കൊടുക്കില്ല. വർഷങ്ങൾ കഴിഞ്ഞാണ് ചിലപ്പോൾ കാശ് കൊടുക്കുന്നത്. ആ സമയത്തൊന്നും നൽകില്ല. എന്നിട്ട് അതുകൂടാതെയാണ് ഈ തുക വെച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഇതാണ് CBSE +2 ചെയ്തതെങ്കിൽ നീറ്റ് പരീക്ഷയിൽ നടന്നത് ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന സംഗതിയാണ്. അതായത് 4 വിദ്യാർത്ഥികൾ, പ്രദീപ് മേവാൽ, ഋത്വിക് മിശ്ര അടക്കം 4 വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്തത്. ഈ പരീക്ഷ എഴുതാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത കുട്ടികളിൽ നിന്ന്, ഈ പരീക്ഷ മാത്രം എഴുതി അത് നോക്കി അതിനുവേണ്ടി കൊടുക്കുന്ന കുട്ടികളിൽ നിന്ന് ഫീസ് ഈടാക്കിയത് 350 കോടിയിലധികം രൂപയാണ് ഇതിനുവേണ്ടി ഈടാക്കിയത്. എന്ന് മാത്രവുമല്ല,
ഈ 22 ലക്ഷം കുട്ടികൾ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ അതിനുവേണ്ടി ചെലവാക്കുന്ന ഉദ്ദേശം തുക ഏതാണ്ട് 12,000 കോടി രൂപ മുതൽ 15,000 കോടി രൂപ വരെയാണ്. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിയുടെ ഒരു വർഷത്തെ ശരാശരി പഠന ചെലവ് 60,000 എന്ന് വെച്ചാൽ 1 ലക്ഷം ഈടാക്കുന്നവരുണ്ട്. നമ്മുടെ ബ്രില്യൻസ് ഒക്കെ 95, 98, 1 ഒക്കെയാണ് ഈടാക്കുന്നത്. അതിൽ കുറച്ച് ഈടാക്കുന്നവരുണ്ട്, 50, 40, ഓൺലൈനൊക്കെ ആണെങ്കിൽ 35 പഠിപ്പിക്കുന്നവരുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി ആവറേജ് 60,000 രൂപ കൂട്ടിയാൽ 22 ലക്ഷം കുട്ടികൾക്ക് ഏതാണ്ട് 13,200 കോടി രൂപയാണ് കണക്കാക്കുന്നത്. ഈ കണക്കിൽ ഓഫ്ലൈൻ കോച്ചിങ്, ഓൺലൈൻ കോച്ചിങ്, ക്രാഷ് കോച്ചിങ്, അതുകൂടാതെ അവരുടെ സ്റ്റേയുടെ ചിലവ് അടക്കമുള്ളവയുണ്ട്. എന്ന് വെച്ചാൽ ഒരു 10, 25, 30,000 കോടി രൂപ ചിലവാക്കി നടത്തുന്ന വലിയ ഒരു സേവനമെന്ന് പറയാൻ പറ്റില്ല, വലിയൊരു വ്യവസായത്തിൻ്റെ അന്തിമഘട്ടത്തിലാണ് ഇത്തരം തോന്നിയാസങ്ങൾ, ചോദ്യപേപ്പർ ചോർച്ച, അതിൻ്റെ കച്ചവടം. അതുകൂടാതെ ഈ CBSE കുട്ടികളെപ്പോലെയുള്ള ഇത്രയും കുട്ടികളിൽ ഏതാണ്ട് 17,68,000 കുട്ടികൾ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷയിൽ ശുദ്ധമായ തോന്നിയാസത്തിലൂടെ അവരുടെ ജീവിതം തന്നെ തകർത്ത് കളയുന്ന നിലപാട് സ്വീകരിച്ചത്. എന്നിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രി, ആ മന്ത്രിയാണ് നമ്മുടെ മുരളീധരൻ സാറിനെ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ നേരത്ത് വിളിച്ചത്. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? Today I am here in Chennai. I asked Director IIT Madras to look into the technical glitch. IIT Kanpur and IIT Chennai, IIT Madras will look into the technical glitch faced by CBSE portal, but today it is functioning smoothly. Those who are applied for the revaluation, they will get scan copy. After that, the further development will take place. We look into that issue. We have taken it seriously. Government is looking it into in detail, and I am confident with the guidance of IIT Madras and IIT Kanpur, it will be resolved. കേട്ടില്ലേ? IIT മദ്രാസും IIT കാൺപൂറും എല്ലാം പരിശോധിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വിറ്റത് കൂടാതെ ഈ 17 ലക്ഷത്തോളം CBSE കുട്ടികളുടെ ഭാവി കൂടി അപകടത്തിലാക്കുന്ന ഈ തോന്നിയാസം, ഈ കെടുകാര്യസ്ഥത, ഇതൊക്കെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ജെൻസിയുടെയും ഒക്കെ പ്രതിഷേധത്തിന് കാരണം. അതിനകത്ത് ബംഗ്ലാദേശി ഉണ്ടോ പാകിസ്ഥാനി ഉണ്ടോ എന്നൊക്കെ തപ്പിയിരിക്കുമ്പോൾ ഒരു പ്രഭാതം ഉണ്ടാവും. ആ പ്രഭാതത്തിൽ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരിക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല, യാതൊരു സംശയവും.